മക്കളെ നിങ്ങളെല്ലാവരും ഓണം പ്രമാണിച്ച് എത്തിയേക്കണതാന്ന് തോന്നുന്നു അല്ലേ? എവിടെ നിന്ന് വരണേ? തായ്ക്കാട്ടുകരയിൽ നിന്ന്. അപ്പോൾ അതെങ്ങനെയാ അറിഞ്ഞ കൗതുക പാർക്ക്? ചേട്ടൻ്റെ ഒരു വീഡിയോ ഉണ്ടായാലോ, ആരെ പറ്റിക്കാനുള്ള ആ വീഡിയോ കണ്ടിട്ട് കാണാൻ. അത് ശരി. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. നല്ല അടിസ്ഥാനപരമായിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതായത് എൻ്റെ പേര് വർക്കിവളി. ഇത് നമ്മുടെ വീടിനോടനുബന്ധിച്ച് 1 ഏക്കർ സ്ഥലം താഴെ മൊത്തം കൃഷി സ്ഥലമാണ്. ആ കൃഷി സ്ഥലം മൊത്തം കാടാക്കി മാറ്റി ചവറടിക്ക് അങ്ങനെ പരിപാടിയിലെ ജീവികളെ കാട്ടിത്തെ പോലെ തന്നെ അഴിച്ചു വിട്ടു. എന്നിട്ട് മൊത്തം ഗുഹകളും കുളങ്ങളും മത്സ്യങ്ങളും ഏർമാടങ്ങൾ, പണ്ടത്തെ മുനിയറ, കുടക്കല്ല്, നന്നങ്ങാളി, കൂറ്റൻ മരത്തിൻ്റെ വേരുകൾ കൊണ്ട് ഏർമാടങ്ങൾ, വേരുകൊണ്ട് പാലം, കോണി, സഞ്ചരിക്കുന്ന മരം, സഞ്ചരിക്കുന്ന മുള, മത്സ്യങ്ങൾ കുറേ ഉണ്ട്. 2 അടി 3 അടി ഇതേ കൊച്ചിൻ്റെ അത്ര വലിപ്പമുള്ള അരാപ്പൈമയിലെ അലിഗേറ്റർ ഫിഷ്, അങ്ങനത്തെ സംഭവങ്ങൾ. പിന്നെ ഗോൾഡൻ അലിഗേറ്റർ ഫിഷ്. വാക്കിംഗ് ട്രീനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? വാക്കിംഗ് ട്രീ, മരം സഞ്ചരിക്കുക, മുള സഞ്ചരിക്കുക. അതേപോലെ തന്നെ 10-25 വർഷം കഴിഞ്ഞു ഈ സംഭവം. ബാക്കി കാര്യങ്ങൾ നമുക്ക് സസ്പെൻസായി ചോദിക്കുക, അവിടെ ചെന്ന് കാണാം കേട്ടോ മക്കളെ. അതെ, ആ കുട്ടി ആർച്ച് കാണുന്നില്ലേ? ആ ആർച്ചിനുള്ളിൽ കൂടെ നേരെ താഴ്ത്തിക്ക് ഇറങ്ങുക. എന്നിട്ട് അവിടെ ഒരു ഗുഹ കണ്ടോ? പോണ്ടിയ കേവ്. അപ്പോൾ അതിലേക്ക് അങ്ങോട്ട് കയറാം. അങ്ങനെ കറങ്ങി വട്ടം കറങ്ങി രക്ഷപ്പെടുകയാണെങ്കിൽ നമ്മൾ ഗേറ്റിൻ്റെ അവിടേക്ക് വരും കേട്ടോ. പിന്നെ മക്കളെ, ഓരോ പാലത്തും കൂടെ പോകുമ്പോൾ സൂക്ഷിച്ചോളൂ കേട്ടോ. കിണറ്റിൽ ആരെങ്കിലും വീഴണമെന്നുണ്ടെങ്കിൽ കാണാൻ ഭംഗി നീ പെട്ടെന്ന് എടുക്കും, കാണാൻ മെച്ചല്ലെങ്കിൽ അവിടെ കിടക്കും. മക്കളെ, കൗതുക പാർക്കൊക്കെ കണ്ട് പിരിച്ചും പോവാണോ? എല്ലാ കാര്യങ്ങളും എല്ലാ സ്ഥലത്തും നിങ്ങളുടെ കാൽപാദങ്ങൾ എത്തിയോ? ഇനി നോക്കേ കുറച്ച് ഓക്കെ, നോ പ്രോബ്ലം. അതെ, നമ്മുടെ സഞ്ചരിക്കുന്ന മുള നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ഏകദേശം 35 മീറ്റർ ദൂരെയാണ് ആ മുള നിൽക്കുന്നത്. എന്നിട്ട് അത് ലാൻഡ് ചെയ്ത് അവിടെ വന്നു. എന്നിട്ട് ഇപ്പം നമ്മുടെ അരുത്തക്കോട വരണ്ട പൈപ്പ് ലൈൻ പോയേക്കണതല്ല. ഈ സാധനം കണ്ടോ? 35 മീറ്റർ നീളത്തിലെത്തി. അവിടെ പാമ്പ് തലയെടുത്തിക്കണ പോലെ കണ്ടോ? അത് ഈ മുളയുടെ അറ്റാണ്. അപ്പോൾ ഇനിയും അതിനെ നീട്ടി കൊണ്ടുപോയി ലോകത്തിൻ്റെ അറ്റത്ത് വരെ ഞാൻ എത്തിക്കും.